എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ ലൈവിൽ വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂര ദിവസം രാത്രി മുഴുവനും ഉറക്കൊളച്ച് പൂരത്തിൽ നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും ദൃക്സാക്ഷിയാണ് ഞാൻ. പക്ഷെ ഇന്ന് സംസ്ഥാന സർക്കാർ വളരെ പെട്ടെന്ന് ദേവസ്വത്തിൻ്റെ നിർദ്ദേശത്തോടെ, അഥവാ ഈ പൂരം എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭത്തെ, ഈ മഹത്തായ പൂരത്തിൻ്റെ ഈ മഹനീയമായിട്ടുള്ള ഈ സംയോഗത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശ്രമങ്ങളെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ദേവസ്വവും ജനങ്ങളും രംഗത്ത് വന്നതോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സംസ്ഥാന സർക്കാർ ഇവിടുത്തെ സിറ്റി കമ്മീഷണറെ സസ്പെൻഡ് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ സംഭവം നടന്നത് എന്താണ്? സിറ്റി കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം പൂരത്തിൻ്റെ ഇന്നത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഈ വിഷയമാണ് എനിക്കിന്ന് ലൈവിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ രാഷ്ട്രീയമായ പല കാര്യങ്ങളുമാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശവും ലക്ഷ്യവും. മഠത്തിൽ വരവ് എന്ന് പറയുന്ന പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് രണ്ടെണ്ണമാണ്. അതൊന്ന് പകലും ഒന്ന് രാത്രിയുമാണ്. പകൽ ചടങ്ങ് കഴിഞ്ഞ് രാത്രി ചടങ്ങിൽ ഒറ്റപ്പന്തവുമായി മേളം പോകുന്നത് 11 മണിയോട് കൂടിയിട്ടാണ്. 2 മണിക്ക് സമാപിക്കും. പക്ഷേ ഈ 11 മണിക്ക് ഒറ്റപ്പന്തവുമായി പോകുന്ന മേളം, ആ മേളത്തിൻ്റെ സമയത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് ജനങ്ങളെ നിയന്ത്രിക്കുകയോ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അങ്ങനൊരു കാര്യവുമില്ല. 2 മണിക്കാണ് ജനങ്ങളെ നിയന്ത്രിക്കുവാൻ പോലീസ് തയ്യാറാകുന്നത് എന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പോലീസ് 11 മണിക്ക് ബാരിക്കേഡ് കൊണ്ടുവന്ന് ജനങ്ങളെ നിയന്ത്രിക്കുകയും ഒരു കാരണവുമില്ലാതെ ലാത്തിച്ചാർജ് ചെയ്യുകയും ചെയ്തു. ലാത്തിച്ചാർജിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ കുത്തുവിളക്കെടുക്കുന്ന ജയകൃഷ്ണന് പരിക്കേറ്റു. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഒരു പൂജാരിക്കും അടികിട്ടി. എന്തിനത് ചെയ്തു? ഇനി അത് ചെയ്തു 11 മണിക്ക് ദേവസ്വം പ്രതിഷേധിച്ചു. ഇങ്ങനെയാണെങ്കിൽ മേളവും പൂരവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ കളക്ടർ വന്നില്ല, കമ്മീഷണർ വന്നില്ല. എവിടെ പോയി കളക്ടർ, എവിടെ പോയി കമ്മീഷണർ? 3 മണി, ഏതാണ്ട് 2-2:30 വരെ ഇവരാരും വന്നില്ല. ഇതിലേറ്റവും രസകരമായ കാര്യം, ഇവിടെ ഒരു MLA ഉണ്ട്, ബാലേന്ദ്രൻ. അവനെ കണ്ടിട്ടേ ഇല്ല. എൻ്റെ കോളേജിൽ പഠിച്ചതാണ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, എൻ്റെ ആയിട്ട് അറിയാം. ആരാണ് ബാലചന്ദ്രൻ എന്ന കാര്യം എന്തൊരു കഷ്ടം.
ആരാണ് ബാലചന്ദ്രൻ? എന്താ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ബാലചന്ദ്രനും ഞാൻ ഒരുമിച്ച് കോളേജിൽ പഠിച്ച വ്യക്തിയാണ്. ബാലചന്ദ്രൻ എല്ലാ ദിവസവും ആഘോഷിക്കുന്ന ആളാണ്. പൂരത്തിൻ്റെ ദിവസം കൂടുതൽ ആഘോഷിച്ചതാണോന്ന് എനിക്കറിയില്ല. ബാലചന്ദ്രൻ വന്നില്ല. ഇവിടുത്തെ ഒരു MP ഉണ്ട്, പ്രതാപൻ, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ബാലചന്ദ്രൻ വന്നില്ല, MLA വന്നില്ല, പ്രതാപൻ വന്നില്ല, MP വന്നില്ല, കളക്ടർ വന്നില്ല, കമ്മീഷണർ വന്നില്ല. പാവം അടി കിട്ടിയ ദേവസ്വത്തിൻ്റെ ആളുകൾ, പൂജാരി, ദേവസ്വം പ്രതിഷേധിച്ച ദേവസ്വത്തിൻ്റെ ആളുകളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വരണ്ടേ? വന്നില്ല. ഇതൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ഓടിയെത്തി. BJPക്കാരല്ലേ? ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൃശ്ശൂർ പൂരത്തിൽ ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ നമ്മൾ ഓടിയെത്തൂലേ? നമ്മൾ ഓടിയെത്തിയപ്പോൾ ആകെ നിസ്സംഗരായി നിൽക്കുന്ന ദേവസ്വത്തിൻ്റെ ആളുകളോട് സധൈര്യം നിൽക്കുക, ഞങ്ങൾ കൂടെയുണ്ടെന്ന് പറഞ്ഞു. അവിടുന്നാണ് ഇതൊക്കെ അറിഞ്ഞ് ദേവസ്വത്തിലേക്ക് വിളിച്ച സുരേഷ് ഗോപി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസിൽ വരുന്നത്. സുരേഷ് ഗോപി വന്നു, ദേവസ്വമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി. വാസ്തവത്തിൽ പകല് മുഴുവനും പ്രചരണം നടത്തി അവശനായ മനുഷ്യൻ 2 മണിക്ക് ഓടി വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ദേവസ്വത്തിന് പ്രചോദനം നൽകി, നാട്ടിലെ ജനങ്ങൾക്ക് പ്രചോദനം നൽകി, നമുക്ക് എല്ലാവർക്കും പ്രചോദനം നൽകി. അദ്ദേഹം സംസാരിച്ചു, ഒരു പരിധിവരെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാം എന്ന രീതിയിലേക്ക് എത്തി. ഈ സമയത്ത് അവിടെ കമ്മീഷണറും കളക്ടറും വന്നു. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറും കമ്മീഷണറുമായിട്ട് ചർച്ച ചെയ്തു. ഞാനും പോയിരുന്നു. ദേവസ്വത്തിൻ്റെ ആളുകളാണ് ചർച്ച ചെയ്തത്. അങ്ങനെ ആ ചർച്ചയിൽ വീണ്ടും വെടിക്കെട്ട് നടത്താം എന്ന തീരുമാനമെടുത്തു. അങ്ങനെ ഞങ്ങൾ മടങ്ങി. വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പരിപാടികൾ ആരംഭിച്ചു. അപ്പോൾ സമയം 5:30. അവിടെ കുറച്ചു നേരം കൂടി ലാഗ് ചെയ്ത സമയത്ത് ഏതാണ്ട് ഒരു 6 മണിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു 5:30 കൂടിയിട്ട് VS സുനിൽകുമാർ അദ്ദേഹം എത്തി. വീണ്ടും ദേവസ്വമായിട്ട് അദ്ദേഹവും ഒപ്പത്തിൽ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരു 6-6:15 ആയപ്പോഴാണ് ദേവസ്വം റവന്യൂ മന്ത്രി വരുന്നത്. റവന്യൂ മന്ത്രി വന്നു, എല്ലാം കഴിഞ്ഞു, എല്ലാ പ്രശ്നവും തീർന്നു, വെടിക്കെട്ട് കത്തിക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് മന്ത്രി വരുന്നത്. ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, MLA വന്നില്ല, MP വന്നില്ല, മന്ത്രി ഉണ്ടായില്ല. കളക്ടറും അതുപോലെ തന്നെ പോലീസ് മേധാവിയും 3 മണിക്കൂർ വൈകി. ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്നൊരു തീരുമാനവും വളരെ പെട്ടെന്നൊരു പ്രസ് കോൺഫറൻസും വരികയാണ്. മന്ത്രി ഇടപെട്ട് തീർത്തു. മന്ത്രിക്ക് ഇതിനകത്ത് ഒരു തരത്തിലും മന്ത്രി ഇടപെട്ടിട്ടില്ല. മന്ത്രി വളരെ വൈകി വന്നയാളാണ്. MLA MP എന്തുകൊണ്ട് വന്നില്ല, അതിന് ഉത്തരവില്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഒരു സിറ്റി കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയ പൂരത്തെ അലങ്കോലമാക്കാൻ കഴിയുമോ? സ്വാഭാവികമായും സിറ്റി കമ്മീഷണർ, ആ കമ്മീഷണർക്ക് മോളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമായിരിക്കും അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു സിറ്റി കമ്മീഷണർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ സിറ്റി കമ്മീഷണർ ഇത് ചെയ്യണമെങ്കിൽ അതിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ഇളകി, ദേവസ്വം ഇളകി, പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ സിറ്റി കമ്മീഷണറുടെ തലയിലെല്ലാം ഇട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ സർക്കാർ. എന്നിട്ട് ഒരു ഉന്നത പോലീസുകാരനെതിരായിട്ട് ഒരു ഉന്നത പോലീസുകാരനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. അത് എത്ര കണ്ട് ഗുണമാവും എന്ന് നമ്മൾ ആലോചിക്കണം. കുന്നംകുളം DYSPയും വേറെ ഒരു DYSPയും, ഞാൻ പേര് പരാമർശിക്കപ്പെടുന്നില്ല, ആ DYSPമാരും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു. എന്നാൽ തൃശ്ശൂരിലെ ASP വളരെ മാന്യതയോടുകൂടി മാന്യനായി ഇടപെട്ട ആളാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലൈവിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. നിരപരാധിയായ ACPയെ മാറ്റിയതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അന്ന് കുടമാറ്റ സമയത്തുണ്ടാക്കിയ പ്രശ്നം എന്തിന്? കുടമാറ്റ സമയത്ത് പ്രശ്നമുണ്ടായി, സാമ്പിൾ വെടിക്കെട്ടിൻ്റെ സമയത്ത് പ്രശ്നമുണ്ടായി. അപ്പോൾ വളരെ ബോധപൂർവമായി ജനങ്ങളെ അങ്ങേയറ്റം പീഡിപ്പിച്ച് ഈ പൂരത്തെ തകർക്കാൻ, അതിൻ്റെ ശോഭ കെടുത്താൻ, വർണ്ണശോഭ കെടുത്താൻ ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണോ, മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസിൻ്റെ ഭാഗത്തു നിന്നാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. എല്ലാം കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണ്. ആനയുടെ പേരിൽ, കരിയുടെ പേരിൽ, കരിമരുന്നിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ജനക്കൂട്ട നിയന്ത്രണത്തിൻ്റെ പേരിൽ, ഇതൊന്നുമല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. 3000-3500 പോലീസുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ദേവസ്വമാണ്. അതിൻ്റെ പൈസ മുഴുവൻ ദേവസ്വമാണ് കൊടുക്കുന്നത്. ഈ പോലീസുകാർ ഇവിടെ വന്നിട്ട് വടം കെട്ടുന്നതിൻ്റെ പൈസ കൊടുക്കുന്നത് ദേവസ്വമാണ്. പോലീസുകാർ ഇവിടെ വന്ന് അവർ പറയുന്നതനുസരിച്ച്
CCTV അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും കൊടുക്കുന്നത് ദേവസ്വമാണ്. ദേവസ്വം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെ പണമാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ പണം കൊണ്ട് പോലീസുകാർ ഭക്ഷണവും കഴിച്ച്, പോലീസുകാർക്ക് വടം കെട്ടി, സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത്, പോലീസുകാർ നാട്ടുകാരെ, ഈ ഹിന്ദുക്കളെ തന്നെ തല്ലി ഓടിക്കുക, ഈ നാട്ടുകാരെ തല്ലി ഒതുക്കുക, പൂരം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ഈ കമ്മീഷണറുടെ ഒരു സ്ഥലമാറ്റം കൊണ്ടോ കമ്മീഷണർക്കെതിരായിട്ടുള്ള നടപടി കൊണ്ടോ അത് പൂർത്തീകരിക്കപ്പെടില്ല. ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ഇതിൻ്റെ മറവിൽ എവിടെയോ ഉണ്ട്. അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, വളരെ കൃത്യമായിട്ടാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. പൂരത്തിൽ രാഷ്ട്രീയമില്ല. ജാതി, മത, ഭാഷ, വേഷ, വർണ്ണ, വർഗത്തിനപ്പുറമാണ് പൂരം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങളും പങ്കെടുക്കുന്നതാണ്. പക്ഷെ അതൊരു ക്ഷേത്രോത്സവമാണ്. വടക്കുനാഥന്റെ ക്ഷേത്രത്തിലേക്ക് വടക്കുനാഥനെ കാണാൻ ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ദേവിമാരും വരികയാണ്. ഭഗവതിമാർ എഴുന്നള്ളുകയാണ് പൂരത്തിൻ്റെ അന്ന് ചെറുപൂരങ്ങളായിട്ട്. അപ്പം ഈ ചെറുപൂരങ്ങൾ മുഴുവൻ വരുന്നത് വടക്കുനാഥനെ കാണാനാണ്. അത് ക്ഷേത്രോത്സവമാണ്. ആ ക്ഷേത്രോത്സവത്തിൽ ഒരു ഈശ്വരന്റെ നാമത്തിൽ ഒരു കൊട ഉയർന്നാൽ ആ കൊടയെ എങ്ങനെ ഉയർത്താതിരിക്കും എന്ന് ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇവിടെയുണ്ട്. കുടമാറ്റത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെയുണ്ട്. ആ പൂരത്തിന്റെ ശോഭ കെടുത്താൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇതൊരു ക്ഷേത്രോത്സവമല്ല, ഇതൊരു മതേതരത്വ ചന്തയാണ് എന്ന് വിളമ്പുന്നവരുമുണ്ട്. അപ്പൊ ഈ മതേതരത്വ ചന്തയാണ് ഇത്, ക്ഷേത്രോത്സവമൊന്നുമല്ല. പൂരം എന്ന് പറയുന്ന ഒരു മതേതരത്വ ചന്തയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷവും ഇവർക്ക് കുട ചൂടുന്ന ഇവിടുത്തെ വലതുപക്ഷവും അവരൊക്കെയാണ്, ഈ പക്ഷങ്ങളാണ് പൂരത്തെ രാഷ്ട്രീയമാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, കമ്മീഷണർക്കെതിരായ ഒരു നടപടി കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തണം. മുഖ്യമന്ത്രിയുടെ മരുമകനാണോ അതോ മുഖ്യമന്ത്രി നേരിട്ടാണോ ഇതിൽ ഇടപെട്ടത് എന്ന് അന്വേഷിക്കണം. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാവണം. വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വളരെ വെപ്രാളത്തിൽ ഓടിപ്പിടിച്ച് കമ്മീഷണറെ ഒക്കെ സ്ഥലം മാറ്റിയത് ഞങ്ങൾ നീതി നടപ്പാക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. അനീതി നടപ്പാക്കുന്നവർ നീതി നടപ്പാക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന്റെ പിന്നിലെ വികാരവും അതിന്റെ പിന്നിലെ ഹിഡൻ അജണ്ടയും നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. സുരേഷ് ഗോപി ഒരു സാധുവായ മനുഷ്യൻ, ക്ഷേത്രത്തിൽ എന്നും പോകുന്നവൻ, ക്ഷേത്രവിശ്വാസിയായാൽ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ ഓടി വന്നു. എന്തേ മറ്റുള്ളവർ വന്നില്ല? ഈ ചോദ്യം വളരെ പ്രകടമല്ലേ? കൃത്യസമയത്ത് വന്നില്ല. എന്തുകൊണ്ട് മന്ത്രി വന്നില്ല? എന്തുകൊണ്ട് MLA വന്നില്ല? എന്തുകൊണ്ട് MP വന്നില്ല? അതുകൊണ്ട് ഈ കാര്യത്തെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേവലം കമ്മീഷണർക്കെതിരെ നടപടിയെടുത്തതുകൊണ്ട് മാത്രമായില്ല. ജനരോഷം ഉയരണം, ജനവികാരം ഉയരണം. ഈ നാട്ടിലെ ഹിന്ദുക്കൾ അതിശക്തമായി പ്രതികരിക്കണം. ആ പ്രതികരിക്കാനുള്ള സമയമാണ് ഈ 2-3 ദിവസം. എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈ ലൈവിലൂടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആരാണ് തൃശ്ശൂരിൽ ഈ പൂരത്തെ സ്നേഹിക്കുന്നത്, പൂരം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്, രാത്രി പാതിരയ്ക്ക് ഓടി വന്നത് എന്നൊക്കെ എല്ലാം അറിയുക. അതനുസരിച്ച് പ്രതികരിക്കുക. ഇത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. നമസ്കാരം.